പോലീസിന്റെ ഭീഷണിയെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന പോലീസ് ക്രൂരതയുടെ ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നതാണ് ദൃശ്യങ്ങളുള്ളത്. 2 വർഷത്തെ നിയമപോരാട്ടത്തിനൊടുവിലാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നത്. 2023 ഏപ്രിൽ 5-നാണ് ഈ സംഭവം ഉണ്ടായത്. പോലീസിന്റെ ഭീഷണിയെ ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചത് എന്നുള്ളതാണ്. എത്ര ഭീകരമായ ദൃശ്യങ്ങളാണ് ഇത്. കുന്നംകുളം പോലീസിന്റെ കാടത്തം ക്രൂരത. പോലീസിലെ കുറെ ഗുണ്ടകൾ ചേർന്ന് ഒരു മനുഷ്യനെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ സുജിത്തിനെയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇത്തരത്തിൽ മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. നവമി, എത്ര ക്രൂരമായ ദൃശ്യങ്ങളാണിത്. ഇപ്പോഴെങ്കിലും ഇത് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഈ ഗുണ്ടകൾ ഇപ്പോഴും സുഖിമാന്മാരായി വിലസിയേനെ. എന്താണ് നടന്നത് അന്ന്? 2023 CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ മർദ്ദനത്തിൽ സുജിത്തിന് കേൾവി തകരാറ് സംഭവിക്കുകയും ചെയ്തു. സുജിത്തിനെയും സുഹൃത്തുക്കളും നടന്നു പോകുന്ന സമയത്ത് പോലീസ് ഈ സുഹൃത്തുക്കളെ പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് ചോദ്യം ചെയ്തതായിരുന്നു സുജിത്ത്. ഇതിനെ തുടർന്നാണ് വലിയ മർദ്ദനം. സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് മർദ്ദിക്കുകയും ഒക്കെ ചെയ്തത്. പിന്നീട് ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോഴാണ് മജിസ്ട്രേറ്റിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഇതൊരു ഈ പോലീസുകാരന്റെ നടപടി അത് വ്യാജമാണ്, അല്ലെങ്കിൽ അത് മനഃപൂർവ്വം പിടിച്ചുകൊണ്ടുവന്നതാണെന്ന് മനസ്സിലാക്കുകയും പിന്നീടാണ് മജിസ്ട്രേറ്റിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതോടുകൂടിയാണ് ഇവരെ വെറുതെ വിടുകയും ചെയ്തത്. അതിക്രൂരമായാണ് ഈ യൂത്ത് കോൺഗ്രസ് നേതാവിന് മർദ്ദനമേൽക്കുന്നതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായി കാണുകയും ചെയ്യാം. എന്തായാലും അയാളുടെ കേൾവിക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പോലീസുകാരൊക്കെ ഇപ്പോഴും സർവീസിലുള്ളവരാണോ? ഇനിയിപ്പോൾ ഒരു ശക്തമായ നടപടി ഓരോരുത്തരുടെയും വളരെ കൃത്യമായി ദൃശ്യങ്ങൾ കാണാം. ആ യൂണിഫോമിലല്ലാത്ത അയാളും ഒക്കെ വലിയ തോതിൽ മർദ്ദിക്കുന്നുണ്ട്. പണി പോകുമല്ലേ മിക്കവാറും? അതെ, ഈ എന്തായാലും ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ ഗുരുതരമായിട്ടുള്ള നടപടി, ഇയാൾക്കെതിരെ കടുത്ത നടപടി എടുക്കാൻ തന്നെയാണ്, അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കടക്കുന്നതും. എന്തായാലും ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. അതിക്രൂരമായിട്ടാണ് ഈ യൂത്ത് കോൺഗ്രസ് നേതാവിന് മർദ്ദനമേൽക്കുന്നതും. എന്തായാലും പോലീസ് ഇതിന്റെ അടുത്ത നടപടി എന്നോണം ഇവർക്ക് സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. രഞ്ജിത്ത്.
നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തുടക്കം മുതലുള്ള ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. സംഭവം ഉണ്ടായത് ചൊവ്വന്നൂർ യൂത്ത് കോൺഗ്രസിന്റെ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റിനെതിരെയാണ്. തൃശ്ശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് ഈ യുവാവിനെ പിടിച്ചുകൊണ്ടുവരുന്നു. അതിനുശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന വഴി സ്റ്റേഷനിൽ കയറ്റി ഒക്കെ അതിക്രൂരമായി ഇയാളെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത വിധം കാടത്തം കാട്ടുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിക്രൂരമായാണ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് മർദ്ദിക്കുന്നത്. 2023 ഏപ്രിൽ 5 നടന്ന സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നവമി ദിനേശ് തുടരുന്നുണ്ട്. നവമി, ഇതിനു ശേഷം ഈ സംഭവത്തിന് ശേഷവും നവമിയിലേക്ക് വരാം. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. അതിക്രൂരമായ ഒരു മനുഷ്യന് സാധിക്കാത്ത വിധമുള്ള കാടത്തം നിറഞ്ഞ പെരുമാറ്റം. അതിപ്പോൾ എന്ത് കുറ്റത്തിൻ്റെ പേരിലാണെങ്കിലും ഇത്രത്തോളം ഒരു മനുഷ്യനെ മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ എത്ര കഠിന ഹൃദയരായ എത്ര ക്രൂര മനസ്സുള്ള ആളുകൾക്ക് സംഭവിക്കും, അവർക്ക് മാത്രം പറ്റുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമേറിയ ഒരു ചോദ്യം. പോലീസിൽ ഇപ്പോഴും ഇത്തരത്തിൽ മനോഭാവമുള്ള മനുഷ്യരുണ്ടല്ലോ എന്നതുകൂടി നമ്മൾ ആലോചിക്കണം. നമ്മൾ പുറത്തു വരാത്ത എത്രയോ കാഴ്ചകൾ, എത്രയോ സംഭവങ്ങൾ ഇത്തരം പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായി പരിശോധിക്കേണ്ടത്. പോലീസ് എന്ന സംവിധാനം എത്ര ക്രൂരമായാണ് പൊതുജനത്തോട് പെരുമാറുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായി കൂടി ഇത് മാറുകയാണ്. കള്ളക്കേസിൽ കുടുക്കിയാണ് ഈ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. അത് പിന്നീട് കോടതി കണ്ടെത്തുകയും കള്ളക്കേസാണെന്ന് തെളിയുകയും ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നത് എന്നുള്ളതാണ്. നവമി, ഇപ്പോഴും ഈ നിയമ പോരാട്ടം ഈ യുവാവ് തുടരുകയാണോ? ഇയാൾക്ക് ചെവിക്ക് കേൾവിക്കുറവോ മറ്റും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗുരുതരമായ ഒന്നാണ്. അതെ രഞ്ജിത, ഇതിപ്പോൾ ഈ തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന പോലീസിന്റെ ക്രൂരതയുടെ ദൃശ്യങ്ങളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് ഈ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന് ഈ ദൃശ്യങ്ങൾ ലഭിച്ചത്. ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുകയും പരിക്കേൽക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമായി കാണാൻ കഴിയും. 2 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. 2023 ഏപ്രിൽ 5 ഈ സംഭവം നടന്നത്. തൃശ്ശൂരിൽ ചൊവ്വന്നൂരിൽ വെച്ച് വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത്ത് ഇക്കാര്യം പോലീസിനോട് അന്വേഷിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ കുന്നംകുളം സ്റ്റേഷനിലെ SI നുഹ്മാൻ സുജിത്തിനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ഷർട്ട് അടക്കം ഊരി മാറ്റിയാണ്
ഗുരുതരമായി മർദ്ദിക്കുകയും ചെയ്തത്. ഈ പോലീസ് ജീപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഈ സുജിത്തിന്റെ വസ്ത്രം അഴിച്ചു മാറ്റുന്ന ഒരു രീതിയിലേക്ക് പോലും പോലീസുകാരൻ കടന്നു എന്നുള്ളത് അതിക്രൂരമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് കാണാനും കഴിയും. എന്തായാലും 3-ലധികം പോലീസുകാർ ചേർന്നാണ് വളഞ്ഞിട്ട് ഈ ഒരു മർദ്ദനം നടത്തിയത്. സ്റ്റേഷനിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. ഇയാളോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം ഇയാള് ഷർട്ടില്ലാതെയാണ് സ്റ്റേഷനിലേക്ക് നിൽക്കുന്നത്. ഈ പോലീസുകാരൻ ഇയാളോട് ആക്രോശിക്കുന്നതും ദേഷ്യപ്പെടുന്നതും ഒക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. സുഹൃത്തുക്കളെ ഭീഷണിപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിനാണ് ഇങ്ങനെ കള്ളക്കേസ് ചുമത്തി കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തത്. എന്നാൽ സംഭവത്തിൽ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന് വ്യാജ FIR ഉണ്ടാക്കിയാണ് സുജിത്തിനെ ജയിലിലടയ്ക്കാനുള്ള ഈ പോലീസിന്റെ നീക്കം. എന്നാലും പിന്നീട് നടത്തിയ വൈദ്യപരിശോധനയിലടക്കം സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം നൽകുകയും ഒക്കെ ചെയ്തിരുന്നത്. അന്നു മുതൽ തന്നെ സുജിത്ത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ ദൃശ്യങ്ങൾക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തിയിരുന്നു. 2 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിവരാവകാശ നിയമപ്രകാരം ഇപ്പോൾ ഈ സുജിത്തിന് ഈ ദൃശ്യങ്ങൾ ലഭിക്കുകയും അന്ന് സുജിത്തിനുണ്ടായ ദുരനുഭവങ്ങൾ ഇന്ന് പുറം ലോകം അറിയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് നിസ്സംശയം പറയാൻ കഴിയും. കാരണം ആ ദൃശ്യങ്ങൾ തന്നെ മതിയാകും തെളിവിനായി. എത്രമാത്രം ക്രൂരമായാണ് ഈ പോലീസ് ജീപ്പിൽ കയറ്റി സുജിത്തിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഏതൊക്കെ രീതിയിലാണ് സുജിത്തിനോട് പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറുന്നതെന്നൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കൃത്യമായി അറിയാൻ കഴിയും. എന്തായാലും അതിക്രൂരമായിട്ടുള്ള സംഭവം തന്നെയാണ്. നിരപരാധിയായിട്ടുള്ള ഒരു വ്യക്തിക്കുമേൽ പോലീസിന്റെ അതിക്രമം ഏത് രീതിയിലാണ് നടക്കുന്നതെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകും. അതാണ് സാഹചര്യം. ഏതായാലും പോലീസിലെ ഗുണ്ടകളുടെ ചെയ്തിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഒരു യുവാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. യുവാവിൻ്റെ കേൾവിശക്തി നഷ്ടപ്പെടുന്ന സാഹചര്യവും സൃഷ്ടിക്കുന്നു.